السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂനുസിലൂടെ പറയണം, നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരാണ് നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം ഇറക്കി നൽകുന്നത്? അതേപോലെ കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത് ആരാണ്? അതേപോലെ മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെയും പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം പ്രപഞ്ചത്തെക്കുറിച്ചും സൃഷ്ടികർമ്മത്തെക്കുറിച്ചും അതേപോലെ തന്നെ റിസ്ക്കിനെക്കുറിച്ചുമെല്ലാം അവരോട് ചോദിച്ചാൽ, ഇതെല്ലാം ആരാണ് ചെയ്യുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അവിശ്വാസികളെക്കുറിച്ച്, അതായത് മക്കത്തെ മുശ്രിക്കുകളെക്കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തിന് അവിടെ നാട്ടിൽ നിൽക്കാൻ തിരുമേനി അവിടെ നിൽക്കാൻ സാധിക്കാത്ത വണ്ണം അവരെ പ്രയാസപ്പെടുത്തിയ ആളുകളാണ് കുഫാറുകൾ. അവർ എന്തിനു വേണ്ടിയാണ്? അള്ളാഹു മാത്രം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഫസയഖൂലൂന അല്ലാഹ്, അവർ അള്ളാഹു എന്ന് പറയും. കാരണം എന്താണ്? ഫഖുൽ അഫലാ തത്തഖൂൻ, എന്നിട്ട് നീ അവരോട് പറയണം, നീ സൂക്ഷ്മത പാലിക്കണേ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ പോരെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം പോലും ചെയ്യേണ്ടി വന്ന ഏതിൻ്റെ പേരിലാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന പേരിലാണ്. അല്ലാതെ അവർ അംഗീകരിച്ചിരുന്നു അവർ ഖാലിഖാണ്, റാസിഖാണ്, മുദബ്ബിറാണ് എന്ന വിഷയം. അത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യൂനുസിൽ തന്നെയാണ് അള്ളാഹു പറയുന്നത്. ഇതൊക്കെ ആരാണ് ഉപജീവനം നൽകിയത്? ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്നത് ആരാണ്? കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത് അതെല്ലാം ഫസയഖൂലൂന അല്ലാഹ്, അവരറിഞ്ഞിരുന്നു. ഖാലിഖും റാസിഖും മുദബ്ബിറും അള്ളാഹു ആണ് എന്നത് ഒരാൾ അംഗീകരിച്ചതുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് അയാൾ പ്രവേശിക്കുന്നില്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിന് മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഖാലിഖും റാസിഖും മാത്രം അള്ളാഹു ആണ് എന്നത് മാത്രം അംഗീകരിച്ചാൽ